ഹാപ്പനിങ് ഹൗസ് തുടരുന്നു. അർജുൻ ആയങ്കിയെ തേടി പത്തനംതിട്ടയിലെ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ളവരുടെ വീടുകളിൽ നടന്ന പരിശോധനയിൽ മനുഷ്യാവകാശ കമ്മീഷനിലും SC/ST കമ്മീഷനിലും പരാതി. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിതിൻ കുമാറാണ് പരാതി നൽകിയത്. അർദ്ധരാത്രിയിലെ പോലീസ് നടപടി മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് പരാതി. 4 വീടുകളിലാണ് പോലീസ് അർദ്ധരാത്രിയിൽ പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി ശ്രീരാജ് ചേരുന്നുണ്ട്. ശ്രീരാജ്, എന്താണ് വിവരങ്ങൾ? ഹർഷൻ, അർജുനായങ്കിയെ പിടികൂടിയ ആ ദിവസം തന്നെയായിരുന്നു രാത്രി 12 മണിയോടുകൂടി മല്ലപ്പള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിതിൻ കുമാറിന്റേതുൾപ്പെടെയുള്ള വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയത്. അതിനെതിരെ CPIM വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും SC/ST കമ്മീഷനും അടക്കം നിലവിൽ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. രാത്രി ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും ഇല്ലാതെ ഇവിടേക്ക് എത്തുകയും വീടുകളിൽ സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ ഉൾപ്പെടെ കയറി പരിശോധന നടത്തുകയും ചെയ്തത് മനുഷ്യാവകാശ ലംഘനമെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. CPIM മല്ലപ്പള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിതിൻ കുമാറാണ് പരാതി നൽകിയിരിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, 2 തവണ ഇത്തരത്തിൽ പോലീസ് വീടുകളിൽ അതിക്രമിച്ചു കയറി. ആദ്യം 10:30യോടുകൂടി ഈ പോലീസുകാർ വീടുകളിലെത്തുകയും കാര്യങ്ങൾ തിരക്കുകയും വീടുകളിൽ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 12:30യോടുകൂടി വീണ്ടും ഈ വീടുകളിലേക്ക് എത്തി പോലീസ് അതിക്രമിച്ച് കയറി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങളും യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളോ മറ്റോ ഒന്നുമില്ലാതെ തന്നെ പരിശോധിച്ചു എന്നാണ് ഇവരുടെ ഒരു വാദമുള്ളത്. അതിൽ ഈ സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ ഈ പോലീസുകാരെല്ലാം തന്നെ ഇരച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി രാത്രി. ഇതെല്ലാം തന്നെ മനുഷ്യാവകാശ ലംഘനം എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്നാൽ പോലീസ് പറയുന്നത് തങ്ങൾക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന നടത്തിയത്. പിന്നീട് അത് വിവരം തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും മറ്റൊരു തരത്തിലുള്ള അതിക്രമവും പോലീസ് വീടുകളിൽ നടത്തിയിട്ടില്ല എന്നാണ് പോലീസിന്റെ വാദം. എന്തായാലും പാർട്ടി CPIM ഇതിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയാണ്. ഇന്നും ഏരിയ കേന്ദ്രങ്ങളിൽ ഈ വിഷയത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. PKS മല്ലപ്പള്ളിയിൽ വ്യത്യസ്തമായി ഒരു നാടൻപാട്ട് കലാകാരെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ഇതേ വിഷയത്തിൽ തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. ഹർഷൻ, അല്ല ശ്രീരാജ്, ഇക്കാര്യത്തിൽ നേരത്തെ DIG പറഞ്ഞിരുന്നത്, അല്ല ADGP ഇതേക്കുറിച്ച് വിശദീകരിച്ചിരുന്നത് വളരെ കൃത്യമായി എവിടെയാണ് ഇയാൾ ഉള്ളത് എന്ന് അറിയാമായിരുന്നു അർജുൻ ആയങ്കി. പിന്നെ എവിടം വരെ ഓടും എന്നുള്ളത് നോക്കാം എന്ന് കരുതി പിന്നാലെ പോയെന്നേ ഉള്ളൂ, ഓടിച്ചിട്ട് ഞങ്ങൾ പിടിച്ചതാണ് എന്ന് കൃത്യമായ വിവരം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം അന്ന് വിശദീകരിച്ചത്.